ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ നോമ്പിന് എടുത്തുവെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഇടാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ നോമ്പിന് ബർത്ത്ഡേക്ക് പൊന്നുവിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നില്ലേ, അന്ന് ഉണ്ടാക്കിയ ഫ്രൂട്ട് സലാഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നോമ്പിന് നമ്മൾ ഓരോന്നും ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ ദിവസേന നമ്മൾ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നാൽ ഏതായാലും ഇത് നമുക്ക് വേറൊരു ദിവസം വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ഏതായാലും അങ്ങനെ ഇടണം കേട്ടോ. അത് പിന്നെ ഇപ്പോൾ ഞാൻ ഒരു 2-3 ദിവസമൊക്കെ ആയിട്ടോ വീഡിയോ ഇട്ട്. 2-3 ദിവസമൊന്നുമല്ല, അതിലേറെ ദിവസങ്ങളായിക്കോണം കേട്ടോ വീഡിയോ ഞാൻ ഇട്ടിട്ട്. കാരണം എനിക്ക് വയ്യായിരുന്നു. നോൽമ്പ് കഴിഞ്ഞതും എനിക്ക് പനി, അതുപോലെ തൊണ്ടവേദന ഇതൊക്കെ വന്നിട്ട് എനിക്ക് സൗണ്ട് കൊടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിരുന്നില്ല കേട്ടോ. നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ വീഡിയോ നമുക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ 2 പാക്കറ്റ് പാല് നമ്മൾ എടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് മാറ്റണം. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫ്രൂട്ട്സ് സാലഡിൻ്റെ ഇതില്ലേ, കസ്റ്റാർഡ് പൊടി ഇല്ലേ, അപ്പോൾ ആ പൊടി കുറച്ച് നമുക്ക് ഈ തണുത്ത പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ. അപ്പോൾ നേരിട്ട് നമുക്ക് പൊടി ചൂട് പാലിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിതാ ഈ പാക്കറ്റാണ് കേട്ടോ വാങ്ങിക്കണത്. അപ്പോൾ നേരിട്ട് നമുക്ക് ചൂട് പാലിലേക്ക് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തണുത്ത പാലിൽ ആദ്യം മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് ഇതിൽ കലക്കാൻ. അപ്പോൾ ഞാനിതാ ഇന്ന് വാങ്ങിയ, അതായത് പൊന്നിയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് കേട്ടോ ഈ പാക്കറ്റ് വാങ്ങിക്കണം. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ പൊട്ടിക്കണം. അപ്പോൾ ഞാനൊരു 3-4 ടീസ്പൂണാണ് കേട്ടോ അതിൽ നിന്ന് ഇടുന്നത്. അപ്പോൾ നമ്മളിന്ന് 2 പാക്കറ്റ് പാലാണല്ലോ എടുത്തേക്കണം. അപ്പോൾ അതിലേക്കൊരു 4 ടീസ്പൂണ് കസ്റ്റാർഡിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ഫ്രൂട്ട്സുകൾ വാങ്ങിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ പഴം വാങ്ങിക്കണു, അതുപോലെ തന്നെ ഉറുമാൻ, പിന്നെ മാങ്ങ, അതുപോലെ മുന്തിരി കേട്ടോ. 2 തരം മുന്തിരി ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഫ്രൂട്ട്സായിട്ട് വാങ്ങിക്കണം കേട്ടോ. പഴം നമുക്ക് എന്തായാലും ഇതിലേക്ക് നിർബന്ധമാണ് കേട്ടോ. കസ്റ്റാർഡ് നമ്മൾ ഈ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുമ്പോൾ പഴം നല്ലതാണ് കേട്ടോ ഇതിലിടുന്നത്. പഴം വേണം, കാരണം പഴം ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മാങ്ങ, അതുപോലെ ഞാൻ പറഞ്ഞപ്പോൾ മാങ്ങ, മുന്തിരി, ഉറുമാമ്പഴം, അതുപോലെ ആപ്പിൾ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് വാങ്ങിയ ഫ്രൂട്ട്സ്. അപ്പോൾ ഇത് ഏതായാലും നമ്മൾ മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചുകൊണ്ട് നമുക്കിനി പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പാല് തിളച്ച് ഒന്നും കൂടി ചൂടായിട്ട് ഇങ്ങനെ വരണം. ആ സമയത്താണ് കേട്ടോ നമുക്കിത് ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഒന്നവിടെ ഇങ്ങനെ മാറ്റി വെച്ചപ്പോൾ കട്ട പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നുകൂടി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആ സമയം കൊണ്ട് നമ്മൾ പാലിതങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പാക്കറ്റ് പാലിലേക്ക് ഒരു 4 ടീസ്പൂണ് കസ്റ്റാർഡിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ പാലൊക്കെ അതവിടെ തിളച്ച് ഒന്ന് ചൂടായിട്ട് അങ്ങനെ ഒന്ന് വരട്ടെ, എന്നിട്ട് വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മളെ പാൽ ഇതവിടെ ഒന്ന് തിളച്ച് വരുള്ളൂ, ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണമെന്ന് നമുക്കുണ്ടെങ്കിൽ മറ്റേ നമ്മളെ മിൽക്ക് മെയ്ഡില്ലേ, അതും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. ഞാൻ പഞ്ചസാര തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം മധുരത്തിനുള്ള പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തുക്കണു. പിന്നെ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കട്ടോ. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് കസ്റ്റാർഡിൻ്റെ പൊടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, ബർത്ത്ഡേയുടെ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ റമളാൻ 9 കേട്ടോ, റമളാൻ 8, അതായത് മാർച്ച് 9 കേട്ടോ. മാർച്ച് 9 പൊന്നുവിൻ്റെ ബർത്ത്ഡേ, അന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതിലിത് കുറച്ചേ കാണിച്ചിട്ടുള്ളൂ, അതായത് ഫുള്ളായിട്ട് ഉണ്ടാക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ചെറിയ ചെറിയ ഭാഗങ്ങളെ ഞാൻ അതിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഇത് നമ്മളെ പാലൊക്കെ അതവിടെ ഒന്നിങ്ങനെ തിളച്ച് ചൂടായി, നല്ല ചൂടായിട്ട് തിളച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് ഈ പൊടി നന്നായിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കത് 5-6 ടീസ്പൂണൊന്നും എടുക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ടിയാവും. അപ്പോൾ നമ്മളൊരു ലിറ്റർ പാലിലേക്ക് 4 ടീസ്പൂൺ എന്നുള്ള കണക്കിലാണ് കേട്ടോ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മതി. അത് കാരണം അതൊന്നും കൂടി ചൂടായി വരുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ നമ്മളിത് കുറേശ്ശെ ഇങ്ങനെ പാർന്ന് കൊടുക്കുന്നതിനനുസരിച്ച് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പൊടി അധികമാവരുത്. പൊടി അധികം കഴിഞ്ഞാൽ നമുക്കത് കട്ടയാവും, പെട്ടെന്ന് കട്ടയാവും. പിന്നെ അപ്പോൾ ഒന്നിനും പറ്റില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേതായാലും നല്ലോണം കുറുകി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ആ ഫ്രൂട്ട് സാലഡ് നമ്മൾ തിന്നണ സമയത്തൊക്കെ ഉള്ളൂ ഫ്രൂട്ട്സ് ഇതിൽ കൂട്ടണം, മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്കിതൊന്നെങ്കിൽ കുറച്ച് നേരം തണുക്കാൻ മാറ്റി വെക്കുക. അപ്പോൾ ഞാനതങ്ങനെ അത് മാറ്റി വെച്ചുക്കണു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫ്രൂട്ട്സ് എടുത്തുക്കണത് മാങ്ങ എടുത്തുക്കണു. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ തന്നെയാണ് കേട്ടോ. തൊലി ഇങ്ങനെയാണെങ്കിലും പഴുത്തിട്ടില്ലെന്നും കരുതരുത്, നല്ല പഴുത്ത മാങ്ങയാണ്. തൊലി പച്ച കളറാണ്, പക്ഷേ നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ.
അങ്ങനെ ഞാനിതൊരു 2 മാങ്ങ എടുത്തുക്കണം കേട്ടോ. 2 മാങ്ങ അത് മതി, കാരണം ഈ ഫ്രൂട്ട്സുകളെല്ലാതും കൂടി കൂടുമ്പോൾ നമുക്ക് അത്യാവശ്യം സാധനം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പോൾ നോൽമ്പും അല്ലേ, അപ്പോൾ ഏതായാലും അത്രയൊക്കെ മതി വിചാരിച്ചിട്ട് ഒരു 2 മാങ്ങ വാങ്ങിക്കണു. പിന്നെ അത് ഞാൻ ഒരു ഉറുമാനാട്ടോ എടുത്തുക്കണത്. അപ്പോൾ ആ ഉറുമാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് നേരാക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു ആപ്പിൾ എടുത്തുക്കണു. പിന്നെ പഴം, അതുപോലെ തന്നെ കറുപ്പ് മുന്തിരി, അതുപോലെ പച്ചമുന്തിരിയൊക്കെയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തുക്കണത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മെയിൻ സാധനം നമ്മളെ പഴമാണ് കേട്ടോ, അതായത് നീന്ത്രപ്പഴം. അതുപോലെ ചെറുപഴം ഒന്നും ഇടരുത് കേട്ടോ, ചെറുപഴം അത് റോബസ്റ്റ് പഴം അങ്ങനത്തെ ഒന്നും ഇടരുത്. പഴത്തിന് നമ്മൾ നീന്ത്രപ്പഴം തന്നെ ഇടണം കേട്ടോ, അത് ഇടുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അങ്ങനെ നമ്മൾ നേരത്തെ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചാൽ കേട്ടോ തണുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കസ്റ്റാർഡിൻ്റെ ഇതൊക്കെ പുറത്ത് വെച്ചിക്കണു. പിന്നെ ഞാൻ അതിലേക്ക് മാങ്ങ നുറുക്കി വെച്ചിരുന്നില്ലേ, അപ്പോൾ അതിനെ ഇട്ട് കൊടുത്തുക്കണം. പിന്നെ ഞാൻ കറുപ്പ് മുന്തിരി, അപ്പോൾ ഇത് നുറുക്കണമൊന്നും ഞങ്ങൾക്ക് കാട്ടി തന്നിട്ടില്ല കേട്ടോ, കാരണം നോമ്പിൻ്റെ ആ തിരക്കും ഒക്കെ പാടായിട്ട് എനിക്കിതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത്. അപ്പോൾ ഞാനത് വേഗം നുറുക്കി മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നോമ്പിൻ്റെ ഒരു സമയത്തുള്ള വീഡിയോ അല്ലേ, അപ്പോൾ എനിക്ക് അതൊന്നും നുറുക്കണമൊന്നും കാട്ടിത്തരാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഉറുമാമ്പഴമൊക്കെ നേരാക്കി ഞാൻ കാട്ടി തന്നിക്കണു. ആപ്പിള്, മുന്തിരി, മാങ്ങ നുറുക്കണം, നീന്ത്രപ്പഴം നുറുക്കണം ഒന്നും ഞാൻ കാട്ടി തന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തുക്കണു. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ, അതൊക്കെ ഇടുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ്. ഞാൻ ഐസ്ക്രീം ഞാൻ വാങ്ങിച്ചിരുന്നു കേട്ടോ, പക്ഷേ അത് ഇതിലിടാൻ പറ്റില്ല, ഞാൻ കസാട്ടല്ലേ ആ ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരുന്നത്. അങ്ങനെ നമ്മളെ ഫ്രൂട്ട് സാലഡൊക്കെ അവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കണ പോലെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ ഇങ്ങനെയാണ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുക. ഇതിലേറെ നന്നായിട്ട് ഉണ്ടാക്കണവരുണ്ടാവും, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾക്കും കൂടി ഒന്ന് കാട്ടി തന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. നമുക്കൊന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.